19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകം. ഒരു സുന്ദരമായ സായാഹ്നത്തിൽ കേരളത്തിലെ ഒരു ഇസ്ലാമിക മതപ്രഭാഷണവേദി ജനബാഹുല്യം കൊണ്ട് സജീവമായിരുന്നു. അക്കാലത്തെ പ്രഗത്ഭ പണ്ഡിതനും കവിയും അദ്വിതീയനായ വാഗ്മിയുമായ ഷുജാഇ മൊയ്തു മുസ്ലിയാരായിരുന്നു വേദിയിൽ. പരലോകത്തെക്കുറിച്ചും സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പര കേൾക്കാൻ സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന വലിയൊരു ജനസമൂഹം കാതോർത്തിരുന്നു. ഖുർആനിക സൂക്തങ്ങളുടെ പൊരുളറിഞ്ഞ് സ്വർഗ്ഗത്തിലെ സുഖസൗകര്യങ്ങളെയും പുരുഷന്മാർക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ സ്ത്രീകളെപ്പറ്റിയും മറ്റ് അനുഗ്രഹങ്ങളെയും കുറിച്ച് അദ്ദേഹം വാചാലനായി. പ്രഭാഷണത്തിനിടയിലാണ് സദസ്സിൽ നിന്നും ഒരു സ്ത്രീയുടെ യുക്തിസഹവും ചിന്തോദ്ദീപകവുമായ ആ ചോദ്യം ഉയർന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരവും ഖുർആൻ സൂക്തങ്ങളിലും പുരുഷന്മാർക്ക് സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന സവിശേഷമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് കൃത്യമായി എടുത്തുപറയുന്നുണ്ടല്ലോ. എന്നാൽ സ്ത്രീകൾക്കവിടെ എന്താണ് ലഭിക്കുക എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാത്തത്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാമൂഹിക നിയന്ത്രണങ്ങൾ കടുപ്പമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പുരുഷാധിപത്യ ചിന്തകളുടെ അതിർവരമ്പുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ ഉയർത്തിയ ആ ചോദ്യം സദസ്സിൽ ചെറിയൊരു നിശ്ശബ്ദത പടർത്തി. എന്നാൽ ആ ചോദ്യം കേട്ട് പതറാതെ പ്രഭാഷണവേദികളിലെ ആ മഹാപണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ, പ്രത്യേകിച്ച് പുരുഷന്റെ അഭിലാഷങ്ങൾക്ക് നമുക്ക് അതിരുകൾ നിശ്ചയിക്കാം, അവയെ വാക്കുകളിൽ ഒതുക്കി പറയാം. എന്നാൽ സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പരിധി നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ല. അതിന് ദൈവം പോലും പരിധി വച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ സ്വർഗ്ഗത്തിൽ അവർ ആഗ്രഹിക്കുന്നതെന്തും അവർക്കായി ഒരുക്കിവച്ചിട്ടുണ്ട്. തന്റെ മറുപടിക്ക് കൂടുതൽ ആഴം നൽകിക്കൊണ്ട് കാവ്യാത്മകമായ ഒരു ദർശനം കൂടി അദ്ദേഹം സദസ്സിനു മുന്നിൽ വെച്ചു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്കവിടെ ലഭിക്കും എന്ന ഖുർആൻ വചനത്തെ മുൻനിർത്തി സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേട്ട വരികളേക്കാൾ, പാടിയ വരികളേക്കാൾ എപ്പോഴും മനോഹരം പാടാത്ത വരികളാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത ഒരു സ്ത്രീയുടെ മനസ്സ് സ്വപ്നം കാണുന്നത്രയും അനന്തവും അതിമനോഹരവുമായ സമ്മാനങ്ങളാണ് സ്വർഗ്ഗത്തിൽ അവൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ. ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങളുടെ ആഴത്തെയും അവളുടെ സ്വപ്നങ്ങളുടെ അനന്തതയെയും ഇത്രമാത്രം ആദരിച്ച മറ്റൊരു മറുപടി ഒരുപക്ഷെ ചരിത്രത്തിൽ വേറെയുണ്ടാകില്ല.